നമുക്ക് ഒരു സംബൂസ സ്വീറ്റ്, ചെറിയ സംബൂസയാണ് സ്വീറ്റ് ഉണ്ടാക്കാൻ പോയാലോ. ഇതാണ് സംബൂസ, ചെറിയ സംബൂസയാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ നട്ട്സ് വെച്ചാണ്, പിസ്താഷ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സംബൂസയുടെ അളവാണ് ഞാൻ കാണിച്ചെന്നത്. കണ്ടല്ലോ, സംബൂസ ക്രീം പിസ്തയാണ്. ഏത് പിസ്ത ആയാലും കുഴപ്പമില്ല, ഞാൻ ഈ ക്രീം പിസ്തയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചും കൊണ്ട് വരണം. ഇത് നമുക്കൊന്ന് പൊടിക്കാം. ഞാനൊരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഞാൻ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലോട്ട് കുറച്ച് ക്രീം പിസ്ത അതിലോട്ട് നമുക്ക് പൊടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിക്കാനായിട്ട് നമുക്ക് ക്രീം പിസ്ത ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിച്ചു കൊണ്ട് വരാം. പ്രശ്നമില്ല. പിസ്ത ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ക്രീം പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ റോസ് വാട്ടർ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടറാണ് കേട്ടോ, നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് റോസ് വാട്ടർ. എന്നിട്ട് നമുക്ക് കുറച്ച് സുക്കർ സിറപ്പാണ്. കണ്ടല്ലോ, ഞാൻ ഇവിടെ കാച്ചി ബോട്ടലിൽ വെച്ചേക്കുന്നതാണ് സുക്കർ സിറപ്പാണ്. ഇതിൽ നിന്നൊരു നിങ്ങളെ സുക്കർ സിറപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ട് ചാരം വെള്ളവും കൂടി ഒഴിച്ചൊന്ന് കാച്ചി എടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് ഒരു 2 ടീസ്പൂൺ വീത്തി കൊടുക്കാം. ഓക്കെ, വീത്തി കൊടുത്തിട്ട് ഇത് നമുക്കൊന്നത് മിക്സാക്കി കൊടുക്കണം. ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ഈ സംബൂസയുടെ അകത്ത് ഇത് വെക്കാനായിട്ട്. കണ്ടോ നമ്മൾ. ഇനി നമുക്ക് സംബൂസ കുറച്ച് മൈദാമാവും കൂടെ എടുക്കണം. സംബൂസ നമുക്കൊന്ന് അതിന് ചുറ്റി ഒട്ടിക്കാൻ വേണ്ടി മൈദാമാവും കൂടെ കലക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്, മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി കുറച്ച് മൈദാമാവ് ഞാൻ എടുത്തുകൊണ്ട് വരാം. കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാം. സംബൂസ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയാണ് കാശ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് മൈദാമാവ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക്, ഞാൻ ഈ കൈപിടി ഉള്ളതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് കൈ പിടിച്ച് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇതുപോലെ കണ്ടല്ലോ. ഇതിൽ നിന്ന് നമുക്ക് ഒരേ സംബൂസ എടുക്കാം. സംബൂസ എടുത്തിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ ഈ സംബൂസ ചുറ്റി എടുക്കാം. ഇതുപോലെ പിടിക്കുക, ഇതുപോലെ ചുറ്റി പിടിക്കുക. കുമ്പിൾ കൂട്ടണം. കണ്ടോ, കുമ്പിൾ കൂട്ടിയിട്ട് ഇതുപോലെ മസാല എടുക്കണം. കണ്ടല്ലോ, ഈ മസാല ഈ സംബൂസയ്ക്കകത്തോട്ട് വെക്കണം. ഭയങ്കര ടേസ്റ്റാണ്. പിസ്തയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. സമയം എടുത്ത് വേണം ഇത് ചുറ്റിയെടുക്കാം. കണ്ടോ, ഇതുപോലെ എടുത്തിട്ട് ഈ പശ ഇവിടെ വെച്ചിട്ട് ഒരു അല്പം പശ എടുക്കുക, ഇവിടെ വെച്ച് കൊടുക്കുക, ഇത് ഒട്ടിക്കുക. കണ്ടല്ലോ, നോക്കിക്കേ. ഇതിന് എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് സുക്കർ സിറപ്പിലാണ് ഇടേണ്ടിയുള്ളത്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നിങ്ങളെടുത്ത് ഇതുപോലെ സംബൂസ എടുക്കുക, ഇതുപോലെ ആക്കുക. ഇതിൽ മസാല നമുക്ക് ഇതിനകത്തോട്ട് മസാല വയ്ക്കുക. ഒരുപാട് ഓവർ അങ്ങ് വെക്കരുത് കേട്ടോ, ഓവർ മസാല അങ്ങ് വെക്കണ്ട കേട്ടോ. ഇതുപോലെ മസാല വയ്ക്കുക. കണ്ടോ, ഇതുപോലെ ആക്കുക. കണ്ടല്ലോ, ഇനി ഇതുപോലെ ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ആക്കുക. നോക്കിക്കേ, നമ്മളുണ്ടാക്കി വെച്ച സ്വീറ്റ് സംബൂസ ഉണ്ടല്ലോ, നമുക്കൊന്ന് ഫ്രൈ ആക്കാം. ഇതാണ് സംബൂസ ഞാൻ എടുത്ത് വന്നിട്ടുണ്ട്. ഒരു ചട്ടിയിലോട്ട് എണ്ണയും വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാം. കണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിലോട്ടിട്ട് എണ്ണ ചൂടാവട്ടെ, അതിലോട്ടിട്ടൊന്ന് ഫ്രൈ ആക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്, അതിലോട്ട് നമുക്ക് ഇട്ട് നോക്കാം. ചൂടായിട്ടുണ്ടോ നോക്കാം. ഇത് സിറപ്പിലിടേണ്ടിയുള്ള എൻവിസ്മില്ല. ചൂടായിട്ടുണ്ട്. ഇതിലോട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കണ്ടല്ലോ, ഇത് സുക്കർ സിറപ്പ് ഞാൻ കാച്ചി വെച്ചിരിക്കുകയാണ്. 1 ഗ്ലാസ് പഞ്ചസാരയിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു ടീസ്പൂൺ നാരങ്ങയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കയ്യിലൊരു ചെറിയ ഒട്ടത്തക്ക കണക്കിന് കാച്ചിയെടുക്കണം. 1 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു അല്പം നാരങ്ങ, അല്ലെങ്കിൽ ഇതുപോലെ നാരങ്ങ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. ഈ സംബൂസ ഫ്രൈ ആക്കിയ ഉടനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഈ പഞ്ചസാര സിറപ്പിലോട്ടാണ് നമ്മൾ സംബൂസ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് പഞ്ചസാര സിറപ്പ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ ഇനി കോരി എടുക്കാം. നമുക്ക് ഈ നാരങ്ങ കോരി തിരിച്ച് അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര സിറപ്പ് ബാക്കിയുള്ള നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. കണ്ടല്ലോ, ഞാൻ ഇത്രയും പഞ്ചസാര സിറപ്പ് ഇതിലോട്ട് ഒഴിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സംബൂസ ഫ്രൈ ആക്കി കോരിയതിന് ശേഷം ഈ സിറപ്പിലോട്ടാണ് സംബൂസ കോരിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നോക്കിയേ, നമ്മളെ സംബൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കോരി മാറ്റി കൊടുക്കാൻ പോവുകയാണ്. കോരി ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിനി ചൂടോടെ തന്നെ ആ സുക്കർ സിറപ്പിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം.
നോക്കി നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സുക്കർ സിറപ്പ് കണ്ടല്ലോ, ആ സിറപ്പിനകത്തോട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാണ് മക്കളെ സംഭൂസ, ഇതാണ് സ്വീറ്റ് സംഭൂസ. എന്നിട്ട് ഇനി നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കണം. ഈ മധുരമെല്ലാം ഈ പഞ്ചസാരയെല്ലാം ഇത് നല്ലപോലെ കുടിച്ചതിന് ശേഷം നമുക്ക് കണ്ടല്ലോ. ഇനി കുറച്ച് നേരം അതിൽ കിടക്കും. നമ്മളെ സംഭൂസ തിരിച്ച് ആ സുക്കർ സിറപ്പിലിട്ടേലേ അത് തിരിച്ച് അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കണം. തിരിച്ച് കണ്ടല്ലോ, അരിപ്പയിലോട്ട് ഇടുമ്പോൾ നമ്മൾ സുക്കർ സിറപ്പിട്ട സംഭവം അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് നമുക്കിനി ഒന്ന് സർവ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാം അതിലോട്ട് ഇതുപോലത്തെ ചെറിയ സംഭൂസയും നോക്കിക്കേ. ഞാൻ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിലോട്ട് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, പ്ലേറ്റിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കണം. കാണിച്ചു തരാം. പിസ്താഷോ ആണ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ വാൾനട്ടാണ് ഉണ്ടാക്കിയെങ്കിൽ വാൾനട്ട് ഇതിൻ്റെ മുകളിലോട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കണം. നിങ്ങൾ പിസ്താഷോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിസ്താഷോൻ്റെ ക്രീം പിസ്ത ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇത് ക്രീം പിസ്തേന്ന് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ക്രീം പിസ്ത ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ. ക്രീം പിസ്ത ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ക്രീം പിസ്ത നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, ഇനി റോസ് മുട്ടയാണ്. കണ്ടല്ലോ, റോസ് മുട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റോസ് മുട്ട കുറച്ച് ഇറച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് റോസ് മുട്ട്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ മുട്ട എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇതെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഒരു ഭംഗിയാണ് കാണാൻ. ഈ റോസ് മുട്ടിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് വേണ്ട, നല്ല വലിയ മുട്ട നോക്കി എടുക്കണം. ചെറിയ മുട്ട പ്രശ്നമില്ല. നമുക്ക് ഇതുപോലെ ഇതളായിട്ട് എടുക്കണം. എടുത്തിട്ട് കണ്ടല്ലോ, ഇതുപോലത്തെ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഈ സംഭൂസയുടെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. കണ്ടോ, കണ്ടോ, എല്ലാം കണ്ട ഇതുപോലെ നല്ല മണമാണ് കേട്ടോ. ഇതിട്ട് കൊടുക്കുമ്പോഴേ നല്ല മണമെന്ന് പറഞ്ഞാൽ ഈ മുട്ട അങ്ങോട്ട് നമ്മൾ ഈ പൊളിക്കുമ്പോൾ തന്നെ എന്തോ മണമെന്ന് അറിയാമോ. എല്ലാ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് വാങ്ങാനായിട്ട്. നമ്മൾ മസാല കൗണ്ടറൊക്കെ ഉണ്ടല്ലോ, അവിടെയാണ് ഇത് കിട്ടുന്നത്. മസാല കൗണ്ടർ, ജീരകപ്പൊടി, അങ്ങനെ അരി എല്ലാം കിട്ടുന്ന ഒരു കൗണ്ടർ ഉണ്ടല്ലോ, ആ കൗണ്ടറിലാണ് ഇതും കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. ഇത് റമദാൻ സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ റമദാൻ സ്പെഷ്യലായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ റമദാനായിട്ട് വരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഓരോന്നോരോന്ന് ഒരേ ഐറ്റങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി എല്ലാവരോടും പങ്കുവയ്ക്കുന്നു. കണ്ട, അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.